സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എഴുതി നൽകാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ പേപ്പറിൽ എഴുതി നൽകിയിട്ടുണ്ടോ അതോ നൽകിയിട്ടില്ലേ? വളരെ നല്ലത്. ഒരു ബ്രദർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു: ഹാനോക്കിനെ പോലെ ദൈവത്തോടൊപ്പം നടക്കണമെങ്കിൽ, അബ്രഹാമിനെ പോലെ ദൈവത്തെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ, ഇയ്യോബിനെ പോലെ പ്രത്യാശയുള്ളവനായിരിക്കണമെങ്കിൽ യൗവനക്കാരനായിരിക്കുന്ന ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നും ദൈവത്തിന്റെ ഹിതം ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നത് എങ്ങനെ? എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുന്നത് എങ്ങനെ? ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ അന്യഭാഷ സംസാരിക്കുന്നത് യഥാർത്ഥമാണ്. ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിച്ച് കളയുന്നത് എങ്ങനെയാണ്? വിശുദ്ധിയോടെ ജീവിക്കുന്നത് എങ്ങനെയാണ്? കഷ്ടതയിലായിരിക്കുന്നവരെ ദൈവം എത്ര കാലത്തിനുള്ളിൽ വിടുവിക്കും? കഷ്ടതയിൽ നിന്ന് എപ്പോൾ വിടുവിക്കുമെന്ന് എനിക്കറിയാൻ കഴിയില്ല, എന്നാൽ കഷ്ടതയിൽ കർത്താവ് കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാം. ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിൽ നിന്ന് വെളിയിൽ വരുന്നത് എങ്ങനെയാണ്? ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അറിയാത്ത ആളുകൾ ദയവ് ചെയ്ത് കൈകൾ ഉയർത്തു. അറിയാമെന്നുള്ളവർ കൈകൾ ഉയർത്തുക. അബ്ബാ, ബൈബിളിനെ കുറിച്ച് നന്നായി അറിയില്ല എങ്കിലും 2020 കണക്കിന് പ്രകാരം ലോകം മുഴുവൻ നോക്കുമ്പോൾ 90%, ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവനും, ലോകത്തിലെ ഏറ്റവും വലിയതായ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഡിപ്രഷൻ ആകുന്നു. അത് പെരുകിക്കൊണ്ടേയിരിക്കുന്നു. ഡിപ്രഷൻ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാളം അർത്ഥം പറയുകയാണെങ്കിൽ മാനസികമായിട്ട് നിരാശപ്പെടുക, മാനസികമായി ഉത്സാഹമില്ലാത്തവനായിരിക്കുക. അതുപോലെ പറയുകയാണെങ്കിൽ ഭയം, നിരാശ, ആകുലത, സംശയം, നിരുത്സാഹം, ഇതിൻ്റെ എല്ലാം മിക്സറാണ് ഡിപ്രഷൻ. അതുപോലെ സംശയം, അത് മറക്കരുത്. സംശയം ഉണ്ടെങ്കിൽ മാത്രമേ ഡിപ്രഷന് ഒരു രുചി ഉണ്ടാവുകയുള്ളൂ. കണ്ടില്ലേ? ഇവയെല്ലാം കൂടിച്ചേരുമ്പോൾ ആ വ്യക്തി ഡിപ്രഷന് ഇരയായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് അല്പസ്വല്പമുള്ളപ്പോൾ നിങ്ങൾക്കത് അറിയാൻ കഴിയില്ല. എന്നാൽ നിങ്ങളതിനെ വിട്ടുകളയുകയാണെങ്കിൽ അത് വളരാനിടയാകും. ശ്രദ്ധിച്ചില്ലേ? ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അത് അനേകം ആളുകളെ വേദനിപ്പിക്കുന്നുണ്ട്. ജോലി ഉള്ളവർക്കും ഡിപ്രഷനുണ്ട്, ജോലി ഇല്ലാത്തവർക്കും ഡിപ്രഷനുണ്ട്. അവിവാഹിതർക്കും ഡിപ്രഷനുണ്ട്, വിവാഹിതർക്കും ഡിപ്രഷനുണ്ട്. കണ്ടില്ലേ? വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല എന്ന് പറഞ്ഞ ഡിപ്രഷനിലുള്ളവരുണ്ട്, മക്കളെക്കുറിച്ചും ഡിപ്രഷൻ അനുഭവിക്കുന്നവരുണ്ട്. ഇവരെ എങ്ങനെ വളർത്തണം, ഇവരുടെ ഫീസ് എങ്ങനെ കൊടുക്കണം, എങ്ങനെ വിവാഹം കഴിപ്പിച്ചയക്കണം എന്നുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഡിപ്രഷൻ എന്നുള്ളത് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലുള്ള കാര്യമാണ്. ആകുലതയും ഭയവും എന്നത് പാപത്തിൽ കൂടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. താൽക്കാലികമായ നിരാശകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ആ നിരാശയിൽ നിന്ന് നീ വെളിയിൽ വരുവാൻ പരിശ്രമിക്കാതിരിക്കുകയാണെങ്കിൽ, ആ നിരാശയിൽ നീ കർത്താവിലേക്ക് തിരിയുന്നില്ല എങ്കിൽ, ആ നിരാശയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നില്ല എങ്കിൽ അത് ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോകും, മാനസിക രോഗമായിട്ട് തീരാനിടയാകും. ഒരു സിറ്റുവേഷനിൽ നമുക്ക് പരാജയമുണ്ടാകുമ്പോൾ നിരാശ ഉണ്ടാകുന്നു. ഒരാൾ നമ്മെ താഴ്ത്തിക്കെട്ടുന്ന സമയം നിരാശ ഉണ്ടാകാറുണ്ട്. നാം ആഗ്രഹിച്ചത് ലഭിക്കാതെ വരുമ്പോൾ നിരാശ ഉണ്ടാകും. എന്താണ്? എക്സാമിൽ പാസ്സാകാതിരിക്കുമ്പോൾ, ഇൻ്റർവ്യൂവിൽ സെലക്ട് ആവാതിരിക്കുമ്പോൾ, വിവാഹം എല്ലാം വാക്കെല്ലാം ഉറപ്പിച്ച ശേഷവും അത് പലപ്പോഴും മാറിപ്പോകുന്നതായ സമയത്ത് അനേകം ആളുകൾ ഡിപ്രഷനിലേക്ക് പോകാറുണ്ട്. ഡിപ്രഷനിലേക്ക് എങ്ങനെ പോകണം, അല്ലെങ്കിൽ എങ്ങനെ ഡിപ്രഷൻ ഉണ്ടാകുന്നു എന്നത് നിങ്ങളോട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, നിങ്ങൾക്കറിയാം, ശരിയല്ലേ? അതിൽ നിന്ന് എങ്ങനെ നമുക്ക് വെളിയിൽ വരാൻ കഴിയും? ശ്രദ്ധിക്കുക, ഡിപ്രഷൻ്റെ ഒരു പ്രധാന കാരണം നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നിർജീവമാക്കി വയ്ക്കുന്നതാണ്, നിങ്ങളുടെ മനസ്സിന് ജോലി കൊടുക്കാതിരിക്കുന്നതാണ്. ഇന്ന് അനേകം ആളുകൾ വീടിനുള്ളിൽ തന്നെയാണ് കഴിയുന്നത്. കമ്പ്യൂട്ടറിന് മുൻപിലാണ് സമയം ചെലവഴിക്കുന്നത്, സെൽഫോണിലാണ് സമയം ചെലവഴിക്കുന്നത്. നാം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ദിവസത്തിൽ ഒരു വ്യക്തി 5 മണിക്കൂറോളം സെൽഫോണിൽ ചെലവഴിക്കുന്നതായിട്ട് നമുക്ക് ഇപ്പോൾ അറിയാം. ഒരു ദിവസം 24 മണിക്കൂറിൽ 5 മണിക്കൂർ സെൽഫോണിന്റെ മുൻപിലോ കമ്പ്യൂട്ടറിന്റെ മുൻപിലോ ഇരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരേ വിഷയത്തിന്മേലുള്ളതായ ശ്രദ്ധയാണ് വരുന്നത്. നിങ്ങളുടെ നിരാശയിൽ നിന്നും വെളിയിൽ വരുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ.
ഞാനൊരു പാസ്റ്ററായിട്ട് യൗവനപ്രായത്തിൽ ദൈവവേല ആരംഭിച്ച വ്യക്തിയാണ്. ഇപ്പോഴും മുൻപോട്ട് പോകുന്നു. എൻ്റെ ജീവിതത്തിലും ഒരുപാട് തവണ ദൈവത്തിൻ്റെ വേലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരാശയിൽ കൂടി കടന്നുപോയതായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. വെളിയിൽ വരുവാൻ കഴിയുന്നത് മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണെന്ന് മാത്രം പഠിച്ചു. നാം നമ്മുടെ വീക്ക്നെസ് കണ്ടുകൊണ്ട്, നമ്മുടെ ഭാരം കണ്ടുകൊണ്ട്, നമ്മുടെ ഭയം കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡിപ്രഷൻ ഉണ്ടാകും, ആകുലത ഉണ്ടാകും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം യേശു കർത്താവിങ്കിൽ വെച്ചിട്ട്, എൻ്റെ കർത്താവ് എനിക്കുണ്ട്, അവൻ എൻ്റെ കൂടെ വരും, എന്നെ നടത്തും, എന്നെ വിടുവിക്കും, ബലപ്പെടുത്തും, എന്നെ അനുഗ്രഹിക്കാനിടയാകും എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയിച്ച് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നിരാശ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. ദാവീദിന്റെ ജീവിതത്തിൽ ഒരുപാട് തവണ അവൻ ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ട്, നിരാശയിലേക്ക് അവൻ പോയിട്ടുണ്ട്. അങ്ങനെ നിരാശ വന്നപ്പോൾ എഴുതിയ ഒരുപാട് സങ്കീർത്തനങ്ങൾ കാണാൻ കഴിയും. എൻ്റെ ആത്മാവെ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ ആശ വയ്ക്കുക, ദൈവത്തിൻ്റെ മേൽ വിശ്വാസം അർപ്പിക്കൂ. ഇന്ന് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ നെഗറ്റീവ് തിങ്കിങ് വരാറുണ്ട്. പലരുടെയും ജീവിതത്തിൽ അവർക്ക് നിരാശയുടെ ആലോചനകളാണ് വരുന്നത്. എതിരായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. അതായത് സംശയത്തോടു കൂടിയാണ് അവർ ചിന്തിക്കുന്നത്. പാസ്സാകുമോ? ഫെയിലായി പോകില്ലേ? ഫെയിലായി പോകുമായിരിക്കും, ഫെയിലായി പോകുമായിരിക്കും, ഫെയിലായി പോകും. അങ്ങനെയാണ്. ഞാൻ നേരത്തെ ചിന്തിച്ചതാണ്, എൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ. എൻ്റെ അപ്പനും പറഞ്ഞതാണ് ഫെയിലായി പോകുമെന്ന്, എൻ്റെ ചേട്ടനും പറഞ്ഞിരുന്നു. പിന്നെന്താണ്? അന്നു മുതൽ അതാണ്, അത് മാത്രമാണ് ആലോചിച്ച് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ആ വിഷയം വിട്ടുകളയുക. യെസ്, ഫെയിലായിപ്പോയി, അടുത്തതെന്താണ്? വീണ്ടും അത് എഴുതിയെടുക്കും, വീണ്ടും ഞാൻ പാസ്സാകും, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതായ വേറൊരു മാർഗത്തിലേക്ക് മാറും, എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കും എന്ന് എപ്പോഴാണോ നീ നിന്റെ മനസ്സിനെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനിടയാകുമ്പോൾ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. ഒരു പയ്യൻ തൻ്റെ വീട്ടിൽ സ്തോത്ര പ്രാർത്ഥന വയ്ക്കാനിടയായി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, 10ൽ തോറ്റുപോയതുകൊണ്ടാണെന്ന്. നന്ദി പ്രാർത്ഥന വയ്ക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ കോളേജിൽ പോയി ചീത്തയാകാതിരിക്കാനാണ് ദൈവം പരാജയപ്പെടുത്തിയത്, അഹങ്കാരം വരാതിരിക്കുവാനായിരിക്കാം, അല്ലെങ്കിൽ താഴ്മയോടെ ആയിരിക്കാനാണ്. അതായത് എന്താണ്? പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയാണ് അവൻ. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളതായ ചിന്തകൾ നന്മയ്ക്കായുള്ളതാണ്, അത് ദോഷത്തിനുള്ളത് അല്ല. നീ ദരിദ്രനായി പോകണം, നീ പരാജയപ്പെട്ടു പോകണം, നീ ഒന്നിനും കൊള്ളാത്തവനായി തീരണം, നീ തള്ളപ്പെട്ടവനായിട്ട് തീരണം, നീ മദ്യത്തിന് അടിമയായി പോകണം, നീ ദുശീലങ്ങൾക്ക് അടിമയായി തീരണം, നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു പ്രയോജനമില്ലാത്തവനാകണം. അങ്ങനെയാണോ ദൈവം നിന്നെ സൃഷ്ടിച്ചത്? അല്ല, അവൻ സൃഷ്ടിച്ചതെല്ലാം നല്ലത്, നല്ലത്, നല്ലത്. നിന്റെ മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ നിന്നെക്കുറിച്ച് പദ്ധതി ഒരുക്കിയവനാണവൻ. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതായ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, എൻ്റെ മേലുള്ള ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? എല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. നിന്നെ ആരെല്ലാം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, ആരെല്ലാം നിനക്ക് വേണ്ടി കരുതിയാലും കരുതിയില്ലെങ്കിലും, ആരൊക്കെ നിന്നെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും, ആരൊക്കെ നിന്നെക്കുറിച്ച് ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും, ഒരുപക്ഷെ മാതാപിതാക്കൾ പോലും നിങ്ങളെ കരുതുന്നുണ്ടായിരിക്കില്ല. ഭരണകർത്താക്കൾ നമ്മെ പരിഗണിക്കുമെന്ന് വിചാരിക്കും. എന്നാൽ പലപ്പോഴും ഇന്നുള്ള സാഹചര്യത്തിൽ അവിടെ മുൻപിൽ സാധാരണക്കാർ ഇല്ല. എന്നാൽ നിന്നെ പരിഗണിക്കുന്നതായവൻ, നിന്നെ സൃഷ്ടിച്ചവൻ, നിനക്ക് വേണ്ടി പ്രാണൻ നൽകിയ ഒരുവൻ, നിന്നെ സ്നേഹിക്കുന്ന ഒരുവൻ ഉണ്ട്. ആരാണവൻ? ആരാണ്? എൻ്റെ യേശു ക്രിസ്തു. എൻ്റെ യേശു എന്നെ കരുതുവാനിടയാകും. എൻ്റെ യേശു എന്നെ അറിയുന്നുണ്ട്. എൻ്റെ യേശു എന്നെ കാണുന്നുണ്ട്. എൻ്റെ യേശു എന്നെ ഉപേക്ഷിക്കുകയില്ല. എൻ്റെ യേശുവിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എൻ്റെ യേശു ക്രിസ്തു ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ എന്നെ കണ്ടവനാണ്. ഇങ്ങനെ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ധ്യാനിച്ചുകൂടെ? ബൈബിൾ വായിച്ചുകൂടെ? ബൈബിൾ വായിച്ചാൽ പോസിറ്റീവ് തിങ്കിങ് വരാനിടയാകും. വചനം വായിക്കുന്നവർക്ക് നെഗറ്റീവ് തിങ്കിങ് വന്നതായിട്ട് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. ബൈബിൾ വായിക്കുമ്പോൾ സംശയങ്ങൾ തീരാനിടയാകും. പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. എന്നാൽ വായിച്ച് മുൻപോട്ട് പോകുമ്പോൾ ബൈബിളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് മറുപടി കിട്ടും. അതുകൊണ്ട് യൗവനപ്രായത്തിൽ ഒരു വ്യക്തി, ചില ആളുകൾ എഴുതിയിട്ടുണ്ട്, യൗവനത്തിൽ എങ്ങനെ ജീവിക്കണം, യൗവന മോഹങ്ങളെ എങ്ങനെ ജയിക്കാൻ കഴിയും. ഒരേ ഒരു മാർഗമേ ഉള്ളൂ, നിന്റെ വചനം. നിന്റെ മുൻപിൽ ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ആദ്യം ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് തന്നെ ബൈബിൾ വായിക്കാനാണ് ശീലിച്ചത്.
അതിരാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെയായിരിക്കുന്ന യൗവനക്കാരെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ പ്രശ്നമാകട്ടെ, ജീവിതത്തിലുള്ള പ്രതികൂലം ആകട്ടെ, നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ ഞെരുക്കമാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ, ഒന്നും ചെയ്യുവാൻ കഴിയാത്തതായ പ്രയോജനം ഇല്ലാതെ ഇരിക്കുന്നതായ ജീവിതത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നു മാത്രം ചെയ്യൂ: മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുവാനും വിശുദ്ധ വേദപുസ്തകം ധ്യാനിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശീലിക്കുക. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാവും പകലും ആ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ആയിട്ടുള്ള വൃക്ഷം പോലെ ആയിരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. നീ ചെയ്യുന്നതെല്ലാം സാധിക്കുമ്പോൾ നിനക്ക് ഡിപ്രഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എന്താണ്? നീ പഠിച്ച വിഷയത്തിനെല്ലാം നീ പാസ്സാവുകയാണെങ്കിൽ എന്താണ് പാസ്സായത്, അയ്യോ പാസ്സായത് എന്താ എന്ന് പറഞ്ഞ് കുത്തിയിരുന്ന് കരയുമോ? പറയൂ. എന്താണ്? നാം നിരാശപ്പെട്ടു പോകുന്നതിന്റെ 99% കാരണം പരാജയങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പരാജയത്തിന്റെ അവസ്ഥകൾ. നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നീ നന്മ പ്രാപിക്കണമെങ്കിൽ ദൈവത്തോട് എങ്ങനെ കൂട്ടായ്മ അനുഷ്ഠിക്കണമെന്ന് ചിലർ ചോദിച്ചു. ഇങ്ങനെയാണോ കൂട്ടായ്മ അനുഷ്ഠിക്കുന്നത്? നീ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്നുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ ദൈവം എന്നോട് സംസാരിക്കാനിടയാകും എന്ന വിശ്വാസത്തോടുകൂടി വിശുദ്ധ വേദപുസ്തകം വായിച്ചാൽ, ഇങ്ങനെയാണ് ദൈവത്തോട് സംസാരിക്കുന്നത്. ദൈവമായിട്ട് സംഭാഷണം നടത്തുന്നത് ഇങ്ങനെയാണ്. നമ്മൾ സങ്കീർത്തന പുസ്തകങ്ങൾ വായിക്കുന്നതായ സമയത്ത് അനേകം സങ്കീർത്തനങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചോദ്യത്തോടുകൂടി അല്ലെങ്കിൽ സംശയത്തോടുകൂടി ആകും ദാവീദ് സങ്കീർത്തനം ആരംഭിക്കുന്നത്. ആ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ആ സംശയത്തിന്റെ മറുപടി അവൻ തന്നെ ആ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അതായത് ദൈവസന്നിധിയിൽ ആ ചോദ്യം ഉന്നയിച്ചതായ സമയത്ത് പരിശുദ്ധാത്മാവ് ആ ചോദ്യത്തിന്റെ മറുപടി അവന്റെ വായിൽ നിന്ന് തന്നെ ഇവിടെ പറയിപ്പിക്കുകയാണ്. എന്റെ ആയുഷ്കാലം എത്രയാണ് എന്ന് ഒരിടത്ത് അവൻ ചോദിച്ചു. 4 മുഴം നീളമാണെന്ന് അവൻ തന്നെ പറയാനിടയായി. എന്താണ് എന്റെ ആയുഷ്കാലം എത്രയാണ്, എന്റെ ജീവിതത്തിന്റെ അവസാനം എന്താണ് എന്നവൻ ചോദിച്ചപ്പോൾ 4 വിരൽ നീളമാണെന്ന് അവൻ തന്നെ പറയുന്നു. ഇങ്ങനെ അനേകം ചോദ്യങ്ങൾക്ക് മറുപടികൾ. ഇതൊന്നും മാത്രമല്ല, നിങ്ങൾ ആദ്യമായി ബൈബിൾ വായിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ബൈബിൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പ്രോത്സാഹനമായിട്ട് പറയാറുള്ളത് ഇതാണ്: സങ്കീർത്തനങ്ങൾ വായിക്കുന്ന സമയത്ത് സങ്കീർത്തനങ്ങൾ വായിച്ച് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ അതും ഇതും പറയുവാനിടയാകില്ല. നാം പ്രാർത്ഥിക്കുന്നതായ സമയത്ത് നാം വലിയൊരു ലിസ്റ്റ് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ച് ഏതോ വലിയ വലിയ വ്യാഖ്യാനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകളോളം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് 1 മണിക്കൂർ നിർബന്ധമായി പ്രാർത്ഥിക്കണം, അങ്ങനെ ഞാൻ സമയം തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ ക്ലോക്കിൽ നോക്കുമ്പോൾ സമയമായിട്ടില്ല എങ്കിൽ വീണ്ടും കർത്താവേ 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 അങ്ങനെ പറഞ്ഞ് വെളിയിൽ വന്നിട്ട് വലിയ കാര്യത്തിൽ പറയും, ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിക്കുവാനിടയായി എന്ന്. നീ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു എന്നതുള്ളതല്ല വിഷയം. നിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ കേൾക്കാനിടയായോ? സ്വർഗത്തിൽ നിന്ന് മറുപടി ലഭിച്ചുവോ? അതാണ് വിഷയം ഇവിടെ. ശ്രദ്ധിക്കുക, നിന്റെ ഹൃദയം ശുദ്ധിയോടെയാണെങ്കിൽ ചില സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ പെട്ടെന്ന് കഴിയില്ല. കാരണം മനസ്സാകപ്പാടെ കുഴിഞ്ഞു മറിഞ്ഞ അവസ്ഥയിലായിരിക്കാം. മനുഷ്യർ പറഞ്ഞ വാക്കുകളെല്ലാം ഓർത്തുകൊണ്ടിരിക്കും. നമ്മുടെ ആലോചനകളെല്ലാം അങ്ങനെയായിരിക്കും. അതൊന്ന് ഫിൽട്ടർ ആകുന്നതിന് വേണ്ടി, അതൊന്ന് മാറുന്നതിന് വേണ്ടി നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് ദൈവത്തോട് നിലവിളിക്കണം, ദൈവത്തോട് അപേക്ഷിക്കണം. സങ്കീർത്തന വചനങ്ങൾ നാം വായിക്കണം, പാട്ടുകൾ പാടണം. അങ്ങനെ വചനം ധ്യാനിക്കുന്ന സമയത്ത് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും. അങ്ങനെ നമ്മെ സഹായിച്ചുകൊണ്ട് എങ്ങനെ നമ്മെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാനിടയാകും. ചിലർ ചോദിച്ചു, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കണമോ എന്ന്. പരിശുദ്ധാത്മാവിൻ്റെതായ വരങ്ങളിൽ അന്യഭാഷ സംസാരിക്കുന്നതും ഒരു വരമാണ്. എന്നാൽ അന്യഭാഷ സംസാരിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടെന്ന് തീരുമാനിക്കുന്നത് ശരിയായത് അല്ല. പരിശുദ്ധാത്മാവ് അനേക വരങ്ങൾ നൽകുന്നുണ്ട്. അതിൽ അന്യഭാഷ ഒരു വരമാണ്. ചിലർക്കത് ലഭിച്ചിട്ടുണ്ട്. അതവർ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സംസാരിക്കുക. എന്നാൽ അന്യഭാഷ കിട്ടാതിരിക്കുകയും കൃത്രിമമായിട്ട് പറയുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്, അടുത്തുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങനെ ശ്രമിക്കുന്നത് ശരിയല്ല. ഒന്ന്, നിനക്ക് ലഭിച്ചതിൽ നീ തൃപ്തനായിട്ട് ഇരിക്കുക. മറ്റുള്ളവർക്ക് കിട്ടിയതിൽ ആശിക്കുന്നതിൽ യാതൊരു കാര്യവും ഇല്ല. കാരണം വ്യത്യസ്തമായ വരങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ പ്രധാനമായിട്ടും ഒരു പ്രത്യേകമായ സമയം ക്രമീകരിക്കുക. എല്ലാ ദിവസവുമുള്ള പ്രാർത്ഥന സമയമുള്ളപ്പോൾ ചെയ്യുന്നതല്ല. എല്ലായ്പ്പോഴും നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. എന്നാൽ എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയം, അതായത് രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ, ഉച്ചയ്ക്ക് കുറച്ചു നേരം, രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു പ്രത്യേക ഇടം നിങ്ങൾ അതിനുവേണ്ടി കണ്ടുപിടിക്കുക. ഒരു പ്രത്യേകമായ സമയം അതിനായിട്ട് ക്രമീകരിക്കുക. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ ആരും തന്നെ നമ്മെ തടസ്സപ്പെടുത്തുകയില്ല.
കാരണം പിശാചിന് നാം എന്തു ചെയ്താലും ഇഷ്ടമാണ്, എന്നാൽ പ്രാർത്ഥിക്കുന്നത് മാത്രം അവന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പലർക്കും സമയമില്ല എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്നതായ സമയത്ത് വലിയ ഡിസ്റ്റർബൻസ് ആണെന്നൊക്കെ അവർ പറയുന്നത്. പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഉറക്കം വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ വരെയും അവർക്ക് ഉറക്കം കാണില്ല. രാത്രിയിൽ എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് സംസാരിക്കും. എന്നാൽ പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പിന്നെ വായിക്കോട്ട. ശ്രദ്ധിച്ചിട്ടില്ലേ? അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള സമയം ഉറക്കം വരികയാണെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയിട്ട് പ്രാർത്ഥിക്കുക. എന്നാലും വീണ്ടും ഉറക്കം വന്നാൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുകയില്ലല്ലോ. നിന്നുകൊണ്ട് ഉറക്കം തൂങ്ങിയാൽ താഴെ വിടാനിടയാകും. നടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തവണ നടന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, സൈക്കിൾ ചവിട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, സ്കൂട്ടറിൽ പോകുമ്പോൾ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എവിടെയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ദൈവമായിട്ട് സംസാരിക്കാൻ നമുക്ക് കഴിയും. എന്തുകൊണ്ടെന്നാൽ ഏതു സ്ഥലത്താണ് നീ ഉള്ളത്, നീ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊന്നും ദൈവം നോക്കുകയില്ല. എന്നാൽ എവിടെ നിന്നുകൊണ്ട് തന്നെ നീ ദൈവത്തോട് നിലവിളിക്കുകയാണ് എങ്കിലും, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിലും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുവാൻ ഇടയാകും. ദൈവം തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയാണെങ്കിലും കേൾക്കും, മറുപടിയും നൽകും. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഈ ലോകത്തിൽ സന്തോഷത്തോടെ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി അവൻ്റെ ഹിതം ചെയ്ത് മുൻപോട്ട് പോകണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ടത്, നമുക്കറിയാം, ഒരു പക്ഷിക്ക് 2 ചിറകുണ്ടെങ്കിൽ മാത്രമേ അതിന് പറക്കുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ ഒരു ക്രിസ്തീയ വിശ്വാസി ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 2 ചിറകായിട്ടുള്ളതായ പ്രാർത്ഥനയും ബൈബിൾ വായനയും, ഇത് രണ്ടും ഒരുപോലെ ആയിരിക്കണം. ചിലരാണെങ്കിൽ ഒരുപാട് പ്രാർത്ഥിക്കും, എന്നാൽ ബൈബിൾ വായിക്കുകയില്ല. ചിലരാണെങ്കിൽ ബൈബിൾ വായിച്ചുകൊണ്ടേയിരിക്കും, എന്നാൽ പ്രാർത്ഥന മാത്രം ചെയ്യില്ല. നീ ചെയ്യുന്നതായ പ്രാർത്ഥന നിന്റെ ബുദ്ധിക്ക് അനുസൃതമായിരിക്കും, എന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ചെയ്യണമെങ്കിൽ നിനക്ക് വേദപുസ്തകം വായിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്ത് നിന്റെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ പരിസ്ഥിതിയിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ കഷ്ടതയിൽ നിന്ന്, ഈ ലോകം പാപം നിറഞ്ഞ ലോകമാണ്, ലോകം നശ്വരമായതാണ്, ചീത്തയായതാണ്, ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ലോകമാണ്. ഈ ലോകം മനുഷ്യന്റെ പദ്ധതി അനുസരിച്ചുകൊണ്ട് മനുഷ്യന്റെ ആലോചനയ്ക്കനുസൃതമായി പോകുന്ന ലോകമാണ്, പാപം നിറഞ്ഞ ലോകമാണ്. ഈ ലോകത്തിൽ നിന്നും ഉയർന്നിട്ട് ഒരു വിശ്വാസ ജീവിതത്തിൽ നിനക്ക് എല്ലാവരെയും പോലെയല്ലാതെ ഒരു വിശ്വാസമുള്ള വ്യക്തിയായിട്ട്, ഒരു പ്രത്യാശയുള്ള വ്യക്തിയായിട്ട്, ഒരു സംതൃപ്തിയുള്ള വ്യക്തിയായിട്ട്, ജയജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിനക്കായിത്തീരണമെങ്കിൽ ഒരുപോലെ തന്നെ പ്രാർത്ഥനയും ബൈബിൾ ധ്യാനവും നീ ചെയ്യുമ്പോൾ നിനക്ക് ദൈവത്തോട് സഹവസിക്കുവാൻ കഴിയും. ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു. അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തോടൊപ്പം നടക്കുന്നത് 2 പേർ ചേർന്ന് നടക്കുകയാണ്. ഇന്ന് നോക്കുമ്പോൾ യേശു കർത്താവ് നമുക്ക് അവന്റെ കാലടികൾ തന്നിട്ട് പോയിരിക്കുകയാണ്. നാമും അവന്റെ പാതയിൽ കൂടി തന്നെ നടക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവന്റെ കാൽപാത എന്ന് പറയുമ്പോൾ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുകയാണ്. ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വരുമ്പോൾ ഈ സാഹചര്യത്തിൽ യേശു കർത്താവ് ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു അന്ന് ചെയ്യുമായിരുന്നത്? 10 പേർ ചേർന്നിട്ട് എന്നെ ചീത്ത വിളിക്കുകയാണ്, എൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നു. ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു ആയിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എല്ലാ വിഷയങ്ങളിലും നമ്മെപ്പോലെ തന്നെ അവൻ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങളും അവന്റെ ജീവിതത്തിലും വന്നിട്ടുണ്ട്. കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്, വിശന്നിരുന്നിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്, ക്ഷീണിച്ചു പോയിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ പാപം ചെയ്യാത്തവനായിരുന്നു. നാമും അതുപോലെ തന്നെ അവന്റെ മാതൃകയിൽ ആയിരിക്കുകയാണ് എങ്കിൽ വിടുതൽ പ്രാപിക്കാനിടയാവും. ഈ കാലത്ത് യേശുക്രിസ്തു ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ കൈക്കൂലി വാങ്ങുമായിരുന്നോ? വാങ്ങില്ല. കള്ള ഒപ്പിടുമായിരുന്നോ? ഇടുകയില്ല. അന്യായം ചെയ്യുമായിരുന്നോ? ചെയ്യില്ല. കുറ്റം പറഞ്ഞ സമയത്ത് തിരിച്ച് അവരെ കുറ്റം പറഞ്ഞോ? കുറ്റം പറഞ്ഞില്ല. ഞാനും അതുതന്നെ ചെയ്യും. നാം കർത്താവിന്റെ പാത പിന്തുടരണം. യേശുക്രിസ്തു നമുക്ക് മാതൃകയായിട്ട് ഉണ്ട്. ബൈബിളിന്റെ സാരാംശം എന്താണെന്ന് വെച്ചാൽ നാം എല്ലാവരും യേശുവിനെ പോലെ തന്നെ ആകണമെന്നാണ്. പുതിയ നിയമത്തിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഭക്തന്മാരെ നിങ്ങൾ അവിടെ ഇരിക്കുക, ഞാൻ ആകാശത്തിലേക്ക് പോവുകയാണ്, നിങ്ങൾ എന്നെ ആരാധിക്കുക എന്ന് പറയുന്നില്ല. കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എൻ്റെ മക്കളാണ്. ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് വീണ്ടും ഞാൻ നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളും. ഞാനും നിങ്ങളും ഒരുമിച്ച് ആ സ്വർഗത്തിൽ നിത്യമായി വസിക്കാൻ പോവുകയാണ്. സ്വർഗത്തിൽ നാം ചെല്ലുന്നതായ സമയത്ത് അവിടെ എല്ലാവരും യേശുവിനെ പോലെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ വിഷയം അറിയാമോ? നാം ദൈവത്തിന്റെ മക്കളാണ്. വായിക്കാം 1 യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായ്ക കൊണ്ട്
നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നതു ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. ശ്രദ്ധിക്കൂ, എന്താണ് പറയുന്നത്? നാം ഇപ്പോഴും പരിപൂർണർ ആയിട്ടില്ല. വിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുന്നവർ, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ ദൈവത്തിന്റെ മക്കളായിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, ചെറിയ ചെറിയ കുട്ടികൾ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്താലോ, ഒരു പാത്രം തല്ലിപ്പൊട്ടിച്ചാലോ, ഒരു ഗ്ലാസ് താഴിട്ട് പൊട്ടിച്ചാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് വലിയ ശിക്ഷയായിട്ട് അവരെ പിടിച്ചിട്ട് ജയിലിൽ അടയ്ക്കാൻ ഇടയാകുമോ? അതുകൊണ്ട് നാം പുതിയ വിശ്വാസി ആയിരിക്കുമ്പോൾ, നാം കർത്താവിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പഴയ ജീവിതം ഉപേക്ഷിച്ച് കർത്താവിനു വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും ചില സമയത്ത് നാം വീണു പോകാറ് ഉള്ളതാണ്. പലപ്പോഴും ആളുകൾ നിരാശപ്പെട്ടു പോകുന്നതായിട്ട് കാണാറുണ്ട്. സ്നാനപ്പെട്ടിട്ട് ഞാൻ വീണ്ടും സിനിമ കാണാൻ പോയിട്ടുണ്ട്, അറിയാതെ ഞാൻ സിഗരറ്റ് വലിച്ചിട്ടുണ്ട്, സ്നാനപ്പെട്ടിട്ടും ഞാൻ പല പല തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാറുണ്ടല്ലോ. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ സ്നാനപ്പെട്ടിട്ട് കർത്താവിൽ വളരുന്ന സമയമാണെങ്കിൽ അബദ്ധത്തിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നിങ്ങൾ വീണുപോയി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അയ്യോ ഞാൻ വീണുപോയി, ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയരുത്. നമ്മൾ മക്കളാകുന്ന നമ്മളുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റാറുണ്ട്. ശിക്ഷയുണ്ടാകും തീർച്ചയായും. വിശ്വാസികൾ തെറ്റ് ചെയ്താൽ തീർച്ചയായും ശിക്ഷിക്കും. അതിന് പ്രതിഫലം ഉണ്ടാകും, അതിന് ചെറിയ ശിക്ഷ കിട്ടും. എന്നാൽ ദൈവം നിങ്ങളെ വിട്ടുകളയില്ല, ദൈവം ഉപേക്ഷിച്ച് കളയുകയില്ല. എനിക്ക് വീണ്ടും മുൻപോട്ട് പോകാൻ കഴിയുമോ? എനിക്ക് ജയജീവിതം സാധ്യമാകുമോ? ഇനിയും ഞാൻ സ്നാനപ്പെടണമോ എന്ന് ചിലർ ചോദിക്കും. ആവശ്യമില്ല. നിന്റെ രക്ഷയെന്ന് പറഞ്ഞാൽ ഒരിക്കൽ നീ രക്ഷിക്കപ്പെട്ടാൽ അത് ശാശ്വതമായതാണ്. എന്നാൽ രക്ഷയുടെ ആനന്ദം നഷ്ടപ്പെടുത്താറുണ്ട്. എന്താണ് നഷ്ടപ്പെടുത്തുന്നത്? രക്ഷയുടെ ആനന്ദത്തെ നഷ്ടപ്പെടുത്താറുണ്ട്. നിനക്ക് ലഭിച്ചതായ അവസരങ്ങളെ നീ നഷ്ടപ്പെടുത്താറുണ്ട്. അതിൻ്റെ ശിക്ഷയെയും നിനക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ രക്ഷ മാത്രം നഷ്ടപ്പെടില്ല. ഒരിക്കലും അത് നിന്നെ ഉപേക്ഷിക്കില്ല. വീണ്ടും നീ അനുഭവിക്കുവാനായിട്ട് ദൈവം നിനക്ക് അവസരം നൽകും. ഒരുപക്ഷെ നിന്റെ ഹൃദയത്തെ നീ കഠിനപ്പെടുത്തുകയാണെങ്കിൽ, എത്രമാത്രം ഉപദേശിച്ചാലും അത് അനുസരിക്കാത്തതായ ആളുകൾ എന്താകുമെന്നാണ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് 6 മാസം കഴിഞ്ഞ് മരിക്കുമെന്നാണോ? എത്ര തവണ പറഞ്ഞാലും അനുസരിക്കാത്തതായ ആളുകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ദൈവദാസനെ വിളിച്ചിട്ട് പ്രാർത്ഥിപ്പിക്കുവാൻ ഇടയാകും. സഭയെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വിടുവിക്കും, ദൈവം അവനോട് ക്ഷമിക്കും. ഹോസ്പിറ്റലാകുന്നവരെ കുറിച്ച് നിങ്ങൾ മറ്റൊന്നും പറയരുത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന ആളുകൾക്ക് ദൈവം വലിയൊരു അവസരം കൊടുക്കുകയാണെന്നാണ്, വീണ്ടും ഒരു ചാൻസ് കൊടുക്കുകയാണ്. കാരണം ഒരു വ്യക്തി ഹോസ്പിറ്റൽ കിടക്കയിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് കിടക്കുന്നത് പറയൂ? കമിഴ്ന്നു കിടക്കുമോ അതോ ചരിഞ്ഞു കിടക്കുമോ? എങ്ങനെയാണ് കിടക്കുന്നത്? നേരെ കിടക്കും. അപ്പോൾ എന്താണ് കാണുന്നത്? അപ്പോൾ മുകളിലേക്ക് നോക്കുവാനിടയാകുമെന്നാണ്. എന്താണ്? ഒരു ദേവദാസൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനിടയായി, രോഗിയാകാനിടയായി. കാണാൻ വന്ന എല്ലാവരും ചോദിച്ചു, അയ്യോ ദേവദാസൻ എന്തുകൊണ്ട് ഇങ്ങനെ അവസ്ഥ വന്നു? അപ്പോൾ പറഞ്ഞു, മറ്റൊന്നുമല്ല, കർത്താവ് പറഞ്ഞു കുറച്ചുനേരം എന്നെ നോക്കുവാനെന്ന്. നീ ലോകത്തെ നോക്കുന്നു, സഭയെ നോക്കുന്നു, എല്ലാവരെയും നോക്കുന്നു, എന്നാൽ അല്പസമയം എന്നെ കൂടെ നോക്കൂ എന്ന് പറഞ്ഞു. എന്നെ നോക്കൂ, എൻ്റെ ഹിതം അറിയുക. ഹോസ്പിറ്റലിൽ അയക്കുന്നവർക്ക് അവസരമുണ്ട്, പശ്ചാത്തപിക്കുവാൻ അവസരമുണ്ട്, മറ്റുള്ളവർക്ക് ചെന്ന് പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. എന്നാൽ കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ എന്താണെന്നാണ്? നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും. പിന്നെ അവസരമില്ലെന്നാണ് പറയുന്നത്. പെട്ടെന്ന് ആകസ്മികമായിട്ട് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം, ആക്സിഡന്റ് ആയിരിക്കാം, വീണ്ടും ഒരു അവസരം കിട്ടുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് അവസരങ്ങൾ നിനക്ക് നൽകാനിടയായി. അതുകൊണ്ട് ദൈവം നൽകുന്ന അവസരങ്ങൾ നശിപ്പിക്കരുത്. ഇവിടെ ഇരിക്കുന്ന എത്രയോ പേർക്ക് എത്രയോ അവസരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന യൗവനക്കാർ കരങ്ങൾ ഉയർത്തു. ഇന്ന് നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കാതെ നിങ്ങൾ തിരിച്ചു പോകരുത്. നാളെയല്ല, ഈ ദിവസം തന്നെ. ഇതാണ് അനുകൂലമായ സമയം. ഇതാകുന്നു രക്ഷാദിവസം. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ബാല്യകാലത്ത് നുകം ചുമക്കുന്നത് നല്ലതാണ്. പ്രാർത്ഥന. എല്ലാ വ്യക്തികൾക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഹൃദയം തുറന്നുകൊണ്ട് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. വായ് തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കൂ. ഇനിയും രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ ദൈവത്തിന്റെ സ്വരം കേൾക്കണമെങ്കിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. കർത്താവിന്റെ കൂട്ടായ്മ ആവശ്യപ്പെടുന്നവർ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, കർത്താവേ, ഇവിടെ തങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, യേശുവേ, ഇതാ എന്റെ ജീവിതം നിനക്ക് സമർപ്പിക്കുകയാണ്.
വിളിക്കുകയാണെന്ന് പറയുന്ന നിന്റെ മക്കളുടെ നിലവിളി കേൾക്കണമേ. അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായ അവരുടെ ആഗ്രഹങ്ങളെ അറിയണമേ. നീ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിനക്ക് വേണ്ടി ജീവിക്കണമെന്ന് അവർ ആശിക്കുന്നു പിതാവേ. നിന്റെ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ നീ അയക്കണമേ. പിശാചിന്റെ കരങ്ങളിൽ ബന്ധിതരായിരിക്കുന്ന ആളുകളെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. മദ്യപാനത്തിന് അടിമകളായിരിക്കുന്നതായ എല്ലാ യൗവനക്കാരെയും നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ഇനി ഒരിക്കലും ആ മദ്യപാനത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കാതെ അവർക്കൊരു പുതിയ ഹൃദയത്തെ നീ കൊടുക്കുമാറാകണമേ. ഇന്റർനെറ്റിന് അടിമപ്പെട്ടുകൊണ്ട് അശ്ലീല ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് മനസ്സിനെ, ചിന്തകളെ നശിപ്പിച്ച് ദുഷ്ടവിചാരങ്ങളാൽ, കാമ വിചാരങ്ങളാൽ വിടുവിക്കപ്പെടുവാൻ കഴിയാതെ തകരുന്ന ജീവിതങ്ങളെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. വ്യർത്ഥമായ കാര്യങ്ങളെ കാണാതെ എൻ്റെ കണ്ണുകളെ തിരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചതായ ദാവീദിനെ പോലെ നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുന്നതിന് വേണ്ടി എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന വ്യക്തികളാകുവാൻ. ഏതു കുടുംബത്തിലാണോ ശാപമുള്ളത്, ഏതു കുടുംബത്തിലാണോ രോഗമുള്ളത്, ഏതു കുടുംബത്തിലാണോ സമാധാനമില്ലാത്തത്, ഏതു കുടുംബത്തിലാണോ കലഹം ഉള്ളത്, അങ്ങനെയുള്ള കുടുംബങ്ങളെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിച്ചെടുക്കുകയാണ്. സമാധാന കർത്താവായിട്ട് നീ ആ ഭവനത്തിൽ വസിച്ചുകൊണ്ടവരെ അനുഗ്രഹിക്കണമേ പിതാവേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ